കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ വൃക്കരോഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാവുന്നതാണ്. ചില സിറ്റുവേഷൻസിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ടായിരിക്കാം കിഡ്നിയുടെ ഫംഗ്ഷനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. ചില അവസരങ്ങളിൽ കിഡ്നിക്ക് നേരിട്ട് ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ നെഫ്രൈറ്റിസ് എന്ന ഗണത്തിൽപ്പെടുന്ന രോഗങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ചില പേഷ്യൻസിൽ ജനിതകമായി അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കിഡ്നി രോഗങ്ങൾ കാണാറുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ കാലത്ത് കൂടുതലായി കണ്ടുവരുന്നത് സ്റ്റോൺസിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ട് കിഡ്നിയെ ബാധിക്കുകയും അതുവഴി കിഡ്നിയുടെ ഫംഗ്ഷനെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ കാണാറുണ്ട്. അതുപോലെ പ്രായമായ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച കൊണ്ട് മൂത്രത്തിന് തടസ്സം വരുത്തുകയും അത് കിഡ്നി ഫംഗ്ഷനെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഇനി കിഡ്നി ഫംഗ്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണഗതിയിൽ തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരികയില്ല, ചെറിയൊരു ക്ഷീണം മാത്രമായിരിക്കും. ചില പേഷ്യൻസിൽ തുടക്കത്തിൽ തന്നെ മൂത്രം കുറയുകയും കാലിലോ മുഖത്തോ നീര് വരികയും അതുപോലെ തന്നെ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം വരികയും ചെയ്തെന്ന് വരാം. മിക്കവാറും കിഡ്നി ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് ചില അവസരങ്ങളിലെങ്കിലും റുട്ടീൻ മെഡിക്കൽ ചെക്കപ്പിലായിരിക്കും അത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത്. കിഡ്നി രോഗം വരാതിരിക്കാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ധാരാളം വെള്ളം കുടിക്കണം, വ്യായാമത്താലും മറ്റും ശരീരം ഹെൽത്തിയായി സൂക്ഷിക്കണം, ബ്ലഡ് പ്രഷർ എപ്പോഴും കൺട്രോൾ ആയിരിക്കണം, കൗണ്ടർ മെഡിസിൻസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം, സ്മോക്കിംഗ് നിർത്തണം, ഡയബറ്റിക് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ സ്ഥിരമായി ചെക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യണം, ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളുണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് റെഗുലറായി ചെക്ക് ചെയ്യണം. ഒരു രോഗിക്ക് വൃക്കരോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വൃക്കരോഗം ഉണ്ടാക്കുന്ന 2 അസുഖങ്ങളെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡയബറ്റീസും രണ്ടാമതായിട്ട് ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷറുമാണ്, അതായത് ഹൈപ്പർ ടെൻഷൻ. ഡയബറ്റീസ് ഉള്ള രോഗി ഫിസിഷ്യനെ കണ്ട് ഡയബറ്റീസിൻ്റെ കൺട്രോള് നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൽ ഹീമോഗ്ലോബിൻ A1C എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ 7% താഴെ നിർത്താൻ കഴിയുന്നതും ശ്രമിക്കണം. 7% താഴെ നിർത്തിയാൽ മാത്രമേ വൃക്ക രോഗം മുന്നോട്ട് പോകുന്നത് തടയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ബ്ലഡ് പ്രഷർ വളരെ കൃത്യമായിട്ട് കൺട്രോൾ വേണം. അതിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 തൊട്ട് 130 മില്ലിമീറ്റർ മെർക്കുറിയിൽ താഴെ നിർത്താനായിട്ട് കഴിവതും ശ്രമിക്കണം. ഇതിനായിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ കാണുകയും മെഡിസിൻസ് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. മൂന്നാമതായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഘടകം ഡയറ്റിൻ്റെ ആസ്പെക്റ്റാണ്. ഡയറ്റ് വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് വേണം. പ്രോട്ടീൻ നല്ലവണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യണം, മാംസ്യ പദാർത്ഥങ്ങൾ നല്ലവണ്ണം റെസ്ട്രിക്ഷൻ വേണം, സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കണം, സോഡിയം കുറച്ചാലേ ബ്ലഡ് പ്രഷർ കുറയുള്ളൂ, പൊട്ടാസ്യത്തിൻ്റെ അളവ് നല്ലവണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യണം, പൊട്ടാസ്യം കുറച്ചാലേ നമുക്ക് കിഡ്നി രോഗങ്ങളിൽ പൊട്ടാസ്യത്തിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഡയറ്റീഷ്യനെ കണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് നോക്കേണ്ടതാണ്. കിഡ്നിയുടെ ഫംഗ്ഷൻ സാധാരണ 15% താഴെ കുറയുമ്പോൾ ആണ് ഡോക്ടർ ഡയാലിസിസ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഡയാലിസിസ് നമുക്ക് 2 വിധം ചെയ്യാം, ഹീമോ ഡയാലിസിസ് ആൻഡ് പെരിട്ടോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് ആണ് നമ്മുടെ രാജ്യത്ത് ചെയ്തു വരുന്നത്. പെരിട്ടോണിയൽ ഡയാലിസിസ് പുറം രാജ്യങ്ങളിൽ ചെയ്തു വരുന്നു. ഹീമോ ഡയാലിസിസ് ഡോക്ടർ പറയുന്നത് പ്രകാരം ആഴ്ചയിൽ 3 ദിവസം 4 മണിക്കൂർ വീതം ചെയ്യാം. പെരിട്ടോണിയൽ ഡയാലിസിസ് 3 തൊട്ട് 4 പ്രാവശ്യം വീട്ടിൽ തന്നെ രോഗി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോഴും മെഷീൻ്റെ സഹായത്തോടെ പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്യാം. വൃക്കരോഗം സ്റ്റേജ് ചെയ്യുന്നത് അത് ഏത് ലെവലിലായി ഏത് സ്റ്റേജിലായെന്നുള്ള അറിയുന്നതിന് നമ്മൾ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന ഒരു മാർക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ് 5 സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് വേണ്ടി വരും. നമുക്ക് 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് പിന്നെ ഉള്ളത്. ഒന്നുകിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യണം, ജീവിതകാലം മുഴുവനായിട്ടുള്ള ഡയാലിസിസ്. രണ്ടാമത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, വൃക്ക മാറ്റിവെക്കണം. അപ്പോൾ വൃക്ക മാറ്റിവെക്കുന്നത് 2 തരത്തിലുള്ള ശസ്ത്രക്രിയകളുണ്ട്. ഒന്ന് ലൈവ് ട്രാൻസ്പ്ലാന്റ്, രണ്ടാമത്തേത് കഡാവറിക് ട്രാൻസ്പ്ലാന്റ്. കഡാവറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു പേഷ്യൻറ്റിൽ നിന്ന് എടുക്കുന്ന വൃക്ക മാറ്റിവെക്കുന്നതാണ് കഡാവറിക് ട്രാൻസ്പ്ലാന്റ്. ഇതിൽ ലൈവ് ട്രാൻസ്പ്ലാന്റ് 2 തരത്തിലുള്ളതാവാം. ഒന്നുകിൽ ലൈവ് റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ലൈവ് അൺറിലേറ്റഡ്. ലൈവ് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുതയിലുള്ള ഒരാൾ വൃക്ക രോഗിക്ക് വൃക്ക കൊടുക്കുന്നതാണ് ലൈവ് റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ്. ലൈവ് അൺറിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയോട് പ്രത്യേക ഒരു അടുപ്പമുള്ളതുകൊണ്ട് ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വൃക്ക ദാനം ചെയ്യുന്നതാണ് ലൈവ് അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ്. കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വരുന്ന ഡോണേഴ്സ് ഹെൽത്തി ആയിരിക്കണം, ഫിറ്റ് ആയിരിക്കണം, ഇതറിയാമല്ലോ.
പക്ഷേ ഇത് കൂടാതെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം ഡോണറും റെസിപ്പിയൻറ്റും എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ ഇന്നിവിടെ ലിസി ഹോസ്പിറ്റലിൽ നമുക്ക് ഈവൻ ബ്ലഡ് ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ട്രാൻസ്പ്ലാന്റ് സാധ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഡോണർ ഒരു എ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നിരിക്കട്ടെ, റെസിപ്പിയൻ്റ് അഥവാ പേഷ്യൻ്റ് ബി ബ്ലഡ് ഗ്രൂപ്പും. അങ്ങനെയാണെങ്കിൽ കൂടി നമുക്കവരെ എങ്ങനെയാണോ ഒരു സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഡോണറും പേഷ്യൻറ്റും തമ്മിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സാധ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നിവിടെ ട്രാൻസ്പ്ലാന്റ് സാധ്യമാണ്. ലൈവ് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് ഗവൺമെന്റ് അതോറിറ്റിയുടെ അപ്രൂവൽ ഉൾപ്പെടെ ധാരാളം ഡോക്യുമെന്റേഷൻസ് ആവശ്യമാണ്. എന്നാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡോണർ ആണെങ്കിൽ കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രം മതിയാകും. റീനൽ ട്രാൻസ്പ്ലാന്റിന് ശേഷവും രോഗിക്ക് നല്ല ശ്രദ്ധ ആവശ്യമാണ്. മെഡിക്കേഷൻ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യണം. അൺഹൈജീനിക് കണ്ടീഷൻസും കമ്മ്യൂണിക്കബിൾ ഡിസീസും ഉള്ളവരുമായുള്ള കോൺടാക്റ്റും ഒഴിവാക്കണം. റെഗുലർ എക്സസൈസും ഹെൽത്തി ഡയറ്റും ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരു ഡോസ് മരുന്ന് പോലും മിസ്സായാൽ അത് കിഡ്നി റിജക്റ്റഡ് ആക്കാനുള്ള സാധ്യത ഏറെയാണ്. ലിസി ഹോസ്പിറ്റലിൻ്റെ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ ടീം, ഇതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശക്തി. ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, ഡയാലിസിസ് ടെക്നീഷ്യൻസ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എന്നിവരടങ്ങുന്ന വളരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ്, അവരെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ്, ഇതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് നയിക്കുന്നത്. രോഗം വരാതിരിക്കാൻ നമുക്ക് എല്ലാ പരിശ്രമങ്ങളും നടത്താം. ഇനി അപ്രതീക്ഷിതമായി രോഗം വന്നാലോ, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. സ്നേഹത്തോടെ, കരുതലോടെ ഞങ്ങളുണ്ട് കൂടെ.